നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ വീട്ടിൽ വെച്ച് രാജുവിന് മദ്യം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മദ്യവെച്ച് വരാനും മദ്യം കഴിക്കാനും ധൈര്യമുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ മാഡം ഈ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം പോയി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വാ. ആ കോലം കണ്ടാലും മതി. മാഡം, ഞാൻ ഇന്നലെ മോശമായിട്ട് ആരോടെങ്കിലും പെരുമാറിയോ മാഡം? സത്യമായിട്ടും എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. രാജുവേട്ട എണീറ്റോ? നേരത്തെ എണീറ്റ് ഹാളിലേക്ക് വരാതിരുന്ന നന്നായി. വല്ലിച്ച രാജുവേട്ടനെ കണ്ടിരുന്നെങ്കിലേ രാജുവേട്ടന് നല്ല തല്ല് കിട്ടിയനെ. വർമ്മ സാർ ദേഷ്യത്തിലാണോ? പിന്നെ ദേഷ്യപ്പെടാതെ തോളത്തെടുത്ത് വെച്ച് കൊഞ്ചിക്കുന്ന പണിയാണല്ലോ രാജുവേട്ടൻ കാണിച്ചത്. രാജുവേട്ടനോടുള്ള എല്ലാ പിണക്കങ്ങളും മാറി വെല്ലിച്ചൻ ഒരു വലിയ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തപ്പോ രാജുവേട്ടൻ തന്നെ അത് മുഴുവൻ കൊളാക്കി. അപ്പോ ഞാൻ രാജുവേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. അപ്പോ അച്ഛൻ പോയോ? പോയി ചേച്ചി. ശരി, നീ എങ്കിൽ പൊയ്ക്കോ, നിനക്ക് പഠിക്കാനുള്ളതല്ലേ. ശരി ചേച്ചി. മാഡം, എന്നൊന്ന് വിശ്വസിക്കണം. ഞാൻ വേഗം ചെയ്ത് കുളിച്ച് റെഡി ആവ് രാജു. നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജുവിന്റെ കൂർക്കം വലി കാരണം ഞാൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കൂർക്കം വലി പോരാത്തതിന് പിച്ചും പേയും പറഞ്ഞത് വേറെ. സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല മാഡം. ഇത് കുളിക്കാൻ നോക്ക് രാജു. അല്ല, ടവല് വേണമെങ്കിൽ പോയി എടുത്തോ. ദൈവമേ, എനിക്ക് എന്താ ഇന്നലെ സംഭവിച്ചത്? അല്ല, ഞാനെപ്പോഴും മദ്യപിച്ചത്? വർമ്മ സാറിനോട് എല്ലാം തുറന്നു പറയാൻ കിട്ടിയൊരു അവസരമായിരുന്നു. അതും പറ്റിയില്ലല്ലോ. അവന്റെ പോക്ക് കണ്ടിട്ടേ എനിക്ക് ചിരി നിർത്താൻ ആവുന്നില്ല അമ്മേ. അതല്ല, അതിലും വലിയൊരു സംഭവം വേറെ ഉണ്ട്. അത് കേട്ടാലേ അമ്മ ചിരിച്ചിരിച്ച് ചാവും. എന്താടാ അത്? രാത്രിയിലെ ഞാൻ ഋതികയുടെ മുറിയുടെ വാതിലില് ചെവി വെച്ച് നോക്കി. രാവിലെ നോക്കി. ചെവി പൊട്ടുന്നത് പോലെയായിരുന്നു അവന്റെ കൂർക്കമ്പലിയുടെ ശബ്ദം. ആണോ? അതെ അമ്മേ. എടാ, സത്യമാണോ നീ പറയുന്നേ? അതേന്നെ. എന്നാലും അവൻ എങ്ങനെയാടാ ഒരൊറ്റ ഗ്ലാസ്സിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയെന്നാ ഞാൻ ആലോചിക്കുന്നേ. അതാ എനിക്കും മനസ്സിലാവാത്ത. സാധാരണ ഒരു ഗ്ലാസ് അകത്ത് തന്ന പരാക്രമം കാണിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ നായ്ക്കുട്ടി ഉറങ്ങുന്നത് പോലെ ഒരു ഒറ്റ ഉറക്കം. എണീറ്റ് കാണൂടാ അവൻ. തല പൊങ്ങാനുള്ള സമയമായെന്നാ തോന്നുന്നു. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു മോനെ. നിന്റെ ബുദ്ധി ഏറ്റു. റിസപ്ഷനും മുടങ്ങി അവൻ ശരിക്കും നാണം കെടുകയും ചെയ്തു. അവൻ നാണം കെടാൻ പോകുന്നതേ ഉള്ളൂ അമ്മേ. ഈ നടന്ന കാര്യം പറഞ്ഞു തന്നെ അവനെ എനിക്ക് ഇനിയും ഇറിറ്റേറ്റ് ചെയ്യണം അമ്മേ. എന്തിനാടാ വെറുതെ ചത്ത പാമ്പിനെ വീണ്ടും വീണ്ടും തല്ലുന്നേ? അമ്മയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളേ, വീണ് കിടക്കുന്നിടത്തുനിന്ന് എണീക്കാതെ അവന്റെ പത്തി നോക്കി തന്നെ അടിച്ചോണ്ടിരിക്കണമെന്ന്. അവൻ ഈ ഉണ്ടായ അപമാനമൊന്നും പോരമ്മേ. ഇപ്പൊ റിസപ്ഷൻ മുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവനെ അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് കോളറി പിടിച്ച് തൂക്കി വെളിയിലേക്ക് എറിയുന്ന ദിവസം ഉടനെ ഉണ്ടാവും. അമ്മ കണ്ടോ? ഇപ്പോഴാ മോനെ നിന്നിൽ എനിക്ക് ഒരു പ്രതീക്ഷ തോന്നുന്നത്. എനിക്കറിയാം, ഒരു ദിവസം ഈ അമ്മ നിന്നെ ഓർത്ത് അഭിമാനിക്കും. നീ പ്രതാപനെക്കാളും ഉയരങ്ങളിലെത്തും. ഇന്നലെ ശരിക്കും എന്താ രാജുവിന് പറ്റിയതെന്ന് ശേഖരേട്ടൻ രാജുവിനോട് ചോദിച്ചോ? ഇല്ല യമിനി, ഞാൻ രാവിലെ പോയി നോക്കി. രാജു നല്ല ഉറക്കത്തിലായിരുന്നു. രാജു ഒരിക്കലും മദ്യപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും സംഭവിച്ചതാവാം.
മദ്യത്തിന്റെ മണം രാജുവിന്റെ ദേഹത്തുണ്ടായിരുന്നു. രാജു പുറത്തു നിന്നപ്പോ മദ്യപിച്ചിട്ടല്ല വന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് രാജുവിന് മദ്യം കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മദ്യവെച്ച് വരാനും മദ്യം കഴിക്കാനും ധൈര്യമുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ അങ്ങനെ അതും എന്റെ മകന്റെ തലയിൽ വച്ചു കെട്ടാൻ നോക്കണ്ട ശേഖര. രാജു ഋതികയെ പ്രണയിക്കുമെന്നോ വിവാഹം കഴിക്കുമെന്നോ നിങ്ങൾ വിചാരിച്ചിരുന്നോ? അത് സംഭവിച്ചില്ലേ? അങ്ങനെ രാജുവിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവൻ ആള് ശരിയല്ലെന്ന് നിങ്ങളോട് ഞാനൊരു 1000 തവണ പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചോ? രാജുവിന്റെ തനി നിറം നിങ്ങളെല്ലാവരും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്റെ വാക്ക് കേൾക്കാത്ത നിങ്ങളൊക്കെ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്താ അമ്മേ, എന്താ പ്രശ്നം? നിന്റെ ചെറിയമ്മാവന്റെ കണ്ടുപിടുത്തം കേട്ടോടാ. ഹാ, നീയാണ് രാജുവിനെ മദ്യം കുടിപ്പിച്ചതെന്ന്. ആഹാ, അത് നല്ല കഥയായല്ലോ അമ്മേ. ശേഖരേട്ടൻ ഒരു സംശയം പറഞ്ഞൊന്നല്ലുള്ളൂ. ദീപകിന്റെ പേരൊന്നും ശേഖരേട്ടൻ പറഞ്ഞില്ലല്ലോ. നിന്റെ ചേട്ടനെ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി യാമിനി. നീയേ കൂടുതൽ ന്യായീകരണം ഒന്നും നടത്തണ്ട. ദേ വരുന്നുണ്ടമ്മേ കഥാനായകൻ. ആ, നായികയുണ്ടല്ലോ. ആ വരവ് കണ്ടില്ലേ? ചെറിയമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അല്ല എന്താ രാജു, നീ ആരോട് യാത്ര പറയുന്നില്ലേ? രാജു വാ. വാ. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയാം. ഇവിടെ ഇനി നിന്റെ വാശി ഒന്നും നടക്കാൻ പോകുന്നില്ല രമ്യേ. നിന്റെ ഈ വകതിരിവില്ലാത്ത ആഗ്രഹങ്ങളുടെയും നിനക്ക് ഈ വീട്ടുകാരോടുള്ള സിമ്പതിയും കൊണ്ടാ രുക്മിണിക്കും അളിയനും ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഇവിടെ ഇനി എന്ത് നടക്കണമെന്ന് ഈ വെട്ടിയാർ സേതു തീരുമാനിക്കും. നിന്നേ, അമ്മയുടെ വാക്കും കേട്ട് അമ്മ അവനെ കാണിച്ചു കൂട്ടുന്നത് എനിക്കിതിരെ പിടിക്കുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.